ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിയാക്ഷനാണ്. ഇന്നലെ കോക്കണ്ണൻ വന്നിട്ട് ഒരു ബോംബ് പൊട്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് കേട്ടു. സൗണ്ട് ഇവിടെ കേട്ടിട്ടുണ്ട്. പിന്നെ ഈ സൗണ്ടിന്റെ കൂടെ കുറേ ചിരികളും ഒരുപാട് ആൾക്കാർ പൊട്ടിച്ചിരിച്ചു എന്നുള്ളതാണ് കേൾക്കുന്നത്. അതായത് കോക്ക് പൈസ വാങ്ങിയിട്ടാണ് റിവ്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ റിവ്യൂ ചെയ്യാതിരിക്കാൻ, അതായത് നെഗറ്റീവ് പറയാതിരിക്കാൻ എനിക്ക് 1 ലക്ഷം തന്നാൽ മതി എന്നുള്ളതാണ് ഒരു സിനിമയുടെ പ്രൊഡ്യൂസർ പറഞ്ഞത്. അതിലെ നായകനും വന്ന് പറഞ്ഞു. അതും ന്യൂസ് ചാനലിൽ വന്നിട്ടാണ് ഇത് പറയുന്നതെന്ന് ഓർക്കണം. ഇതും അങ്ങനെ പറയുമ്പം അതിൻ്റെതായ തെളിവുകളും കാര്യങ്ങളും ഉണ്ടാവണം. ഒരു ആരോപണം വന്നാൽ അതിന് അതിൻ്റെതായ തെളിവ് വെച്ച് സംസാരിക്കണം. അല്ലാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞിട്ടാ എന്നോട് 1 ലക്ഷം ചോദിച്ചു എന്ന് പറയുന്നതിനകത്തൊന്നും കാര്യമില്ല. അവിടെ അതിനിപ്പോ അതാ ആളിപ്പോ നല്ല കിടിലം മറുപടി കൊടുത്തിരിക്കുന്ന കേട്ടാ ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ട് വേണം ബാക്കി പറയാൻ. സാറ്റിസ്ഫാക്ഷൻ കിട്ടാന് മുഴുനീളം ഇരുന്നൊന്ന് ആസ്വദിച്ച് കാണണം. അല്ലെങ്കിലും കുറെ ഒരു കയറ്റമുണ്ട്. എല്ലാ സിനിമയ്ക്കും ഇപ്പം പോസിറ്റീവ് പറയാൻ പറ്റുമോ? ഇഷ്ടപ്പെട്ടില്ല അത്ര പറയാൻ പറ്റുള്ളൂ. അത് കേൾക്കുമ്പോ തന്നെ കുറെ പേരുണ്ട് ഇങ്ങനെ കാശ് മേടിച്ചിട്ടല്ലേ പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ട്. ഒന്നും ഇഷ്ടപ്പെട്ടു പോയാൽ കുഴപ്പം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കുഴപ്പം. എന്താണെങ്കിലും ആളെന്താ പറയണെന്നോ. പിന്നെ വേറെ കാര്യമുണ്ട്, അതായത് പലയിടങ്ങളിലും ഫേസ്ബുക്കിലൊക്കെ ഇതിൻ്റെ കുറേ പോസ്റ്റുകൾ കണ്ടു. അത് കോക്ക് ഇങ്ങനെ വീഡിയോ ഇട്ടതും കാര്യങ്ങളും അതിൽ തെറി പറയുന്നുണ്ടെന്നൊക്കെ കേട്ടു. അതുകൊണ്ട് തന്നെ തെറി ഉണ്ടാവാം. പിന്നെ കുട്ടികളിത് കാണരുത്. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ അതിൻ്റെതായ ഒരു ഇത് കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് പോകുന്നത്. ഓൾറെഡി ഇപ്പൊ അത് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ, നമ്മുടെ കുറെ കുട്ടികളൊക്കെ നമ്മുടെ ചാനൽ കാണാറുണ്ടെന്നാണ് നമുക്ക് അറിയുന്നത്. അപ്പം അങ്ങനെയുള്ളവരിത് കാണണ്ട, ഈ വീഡിയോ കാണാതിരിക്കുക, സ്കിപ്പ് ചെയ്യുക. അതെ അതെ അതെ. ഓക്കെ, ഇത് ആ രീതിയിൽ എടുത്താൽ മതി. ഓക്കെ, കാണാം. ഹായ് ഓൾ, ദിസ് ഈസ് കോക്ക്. അറിയാം, ഞാൻ മൈക്കൊന്നും വെച്ചിട്ടില്ല. അറിയാൻ വെച്ചാൽ ഇതെൻ്റെ ആൻഡ്രോയിഡ് ഫോണാണ്. ഇൻ ബിറ്റ്വീൻ എൻ്റെ ഐഫോൺ കളഞ്ഞു പോയിരുന്നു ട്രെയിനിൽ. അത് എനിക്ക് തിരിച്ചു കിട്ടി. അതിൽ നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി, മൈ ബ്രോ, സീരിയസ്ലി നന്നായിട്ട് ഹെൽപ്പ് ചെയ്ത് ഐ ഗോട്ട് ബാക്ക് മൈ ഫോൺ. വിഷയത്തിലേക്ക് കുറേ നാളുകളായിട്ട് കുറെ പട്ടികൾ, പട്ടികളെ ആ പട്ടികളോടാണ് പറയുന്നത്. ഞാൻ കാശ് വാങ്ങിച്ചിട്ടാണ് റിവ്യൂ ചെയ്യുന്നത്. വാട്ട് ദ ഫക്ക്? ഞാൻ കാശ് വാങ്ങിച്ചിട്ടാണ് റിവ്യൂ ചെയ്യുന്നത്. ഇതിന്റെ ബേസിക് അടിസ്ഥാനം എന്താ? എങ്ങനെയാണ് കാശ് വാങ്ങിക്കുക? നീയും നിന്റെ തന്തമാരെല്ലാരും കൂടെ ഒരു ചാക്കിൽ കെട്ടിയിട്ട് എനിക്ക് കാശ് പിന്നെ എന്റെ ഫ്ലാറ്റിന്റെ ഫ്രണ്ടിൽ സെക്യൂരിറ്റിന് എടുത്ത് കൊടുക്കുകയാണോ? എന്നിട്ട് ഞാൻ ആ കാശ് എടുത്തിട്ട് ഞാൻ തീരുമാനിക്കുകയാണോ ഈ സിനിമയ്ക്ക് പോസിറ്റീവ് പറയണോ നെഗറ്റീവ് പറയണോ? അല്ലാതെ ഓൺലൈൻ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇതിന് പ്രൂഫ് കാണല്ലോ. തീർച്ചയായിട്ടും. എനിക്ക് ഒറ്റ ബാങ്ക് അക്കൗണ്ട് ഉള്ളൂ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പേരാമ്പ്ര ADB. അനീഷോ മാനേജർ എൻ്റെ സുഹൃത്തോ, നിങ്ങൾ പറയുന്നതിൻ്റെ എന്തടിസ്ഥാന കാശ് വാങ്ങിച്ചെന്ന്? ഞാൻ നോർമലി ഇതിനൊന്നും പ്രതികരിക്കുന്ന ആളല്ല. പക്ഷെ ഇന്ന് പ്രതികരിക്കുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സീരിയസ്ലി ന്യൂസ് 18 എന്ന് പറയുന്ന ഒരു ന്യൂസ് ചാനൽ, ഈ ന്യൂസ് 18 ഒക്കെ എൻ്റെ കൈയും കണ്ടുപിടിക്കുന്ന ചാനലാണ്. റിലയൻസിന്റെ ചാനലാണ്, അംബാനിയുടെ ചാനലാണ്, ദാരിദ്ര്യം പിടിച്ച ചാനലാണ്, ഇത്രയും ദാരിദ്ര്യം പിടിച്ച ചാനലാണ്. എന്നെ പലവട്ടം വിളിച്ചിട്ട്, എന്നെ പുഷ്പയുടെ സമയത്താണ് തോന്നുന്നത്, ന്യൂസ് 18 തോന്നുന്നത്, ഇവിടെ വന്നിട്ട് എൻ്റെ ഫ്ലാറ്റിന്റെ പുറത്ത് വന്നിട്ട് ഇറന്ന് വന്ന് എൻ്റെ വീഡിയോ എടുത്തു പോയ ആൾക്കാരാണ് ന്യൂസ് 18. അല്ല, അത് കുഴപ്പമില്ല, അത് അവരുടെ ജോലി, അവര് ചെയ്യുന്നു, ഞാനതിന് വഴങ്ങി. ഞാൻ പറഞ്ഞു വരുന്നത് അട്ടഹാസം, അട്ടഹാസം, അന്തം എന്തോ തേങ്ങ. ഓക്കെ, സുരേഷ് ഗോപിന്റെ മോനാണ്, മേധവ് സുരേഷ്. പിന്നെ ഏതോ ഒരു പ്രൊഡ്യൂസർ, പറഞ്ഞിട്ട് അയാളെ എനിക്ക് ഓർമ്മയുണ്ട്, കാരണം അയാളെ പേര് മത്തായി ഉണ്ട്. ഇത് ഏതോ താടിക്കാരൻ പ്രൊഡ്യൂസർ ഇന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് പറയുകയാണ്, പ്രസ് മീറ്റ് വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. ഏത്? ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. ഞാൻ ഇപ്പോൾ ഓൺ റെക്കോർഡ് ഞാൻ പറയാം, തെളിവെടുത്തിട്ടുണ്ടോ? ഓക്കെ, ഞാൻ ആവശ്യപ്പെട്ടു നീ പറയുന്നല്ലോ. ഒരു ലക്ഷം രൂപ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്ക് കൊടുത്താൽ പോലും ഒരു പണം കാണില്ല. അത്രയും തീട്ടപ്പടം ഓൺ റെക്കോർഡ് പറയാം.
ഇതെല്ലാം കണ്ടു തീർത്ത അവസ്ഥ എനിക്ക് കണ്ട തിരുവനന്തപുരം അറിയാം. പറയണേ ഈ മാന്യെന്ന് പറയണേ 1 ലക്ഷം രൂപ ഞാൻ വാങ്ങിക്കുന്നത്. ഞാൻ ഹൈക്കോടതി അഡ്വക്കേറ്റ് എന്റെ അഡ്വക്കേറ്റ് ഉണ്ട് അവിടെ, മൈ പേഴ്സണൽ അഡ്വക്കേറ്റ് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ മൂവ് ഓൺ ചെയ്യാം, കേസ് ഫയൽ ചെയ്യാം. കാരണം ഈ പ്രൊഡ്യൂസർ താടിക്കാരൻ അവരാണ് പറയണോ ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. ഞാനൊന്ന് ഹൈ കൊടുക്കാം. ഓൺലൈൻ ട്രാൻസാക്ഷൻ അല്ല, എന്റെ ആൾക്കാരാണ് ഇവനോട് ബന്ധപ്പെടുന്നത്. എന്റെ ഏത് ആൾക്കാരാണ് എന്റെ ഏത് ആൾക്കാരെ, എനിക്ക് ഏത് ആൾക്കാരെ? ഞാൻ തനിയാൾ. എന്റെ ഏത് ആൾക്കാരെ? പട്ടികളെ, പട്ടികളെ ഞാൻ പറഞ്ഞു. കോമൻസ് ഇടുന്ന പട്ടികളെ. ഞാൻ എന്താണ് റൊമാൻസിന് പൈസ വാങ്ങിച്ച്, അതോടെ പൈസ വാങ്ങിച്ച്, സൈലാണെന്ന് പൈസ വാങ്ങിച്ച്, സൈലത്തിലാണെന്ന് എനിക്കറിയാം, എന്നെ അറിയാം. എടോ ഞാൻ പൈസ, എടോ എനിക്ക് എത്ര പൈസ ആവശ്യമില്ലടോ ജീവിക്കാൻ. അത്രയും പൈസ വാങ്ങിച്ച് എന്ത് കാണിക്കാൻ ദരിദ്രവാസികൾ എനിക്ക് തോന്നുന്നതാ. സെന്റ് ഡോളർ സെന്റിന് പോസ്റ്റ് ഉണ്ടാക്കാൻ തോന്നുന്നു. അവർക്ക് അവരെ ബൈക്കിൽ പെട്രോൾ അടിക്കണമെങ്കിൽ 100 രൂപ പെട്രോൾ അടിക്കണമെങ്കിൽ 3-4 പോസ്റ്റ് കുറെ സെന്റ് കൊടുത്ത് $1 95 rupees ആണ്. INR മനസ്സിലായോ? ഇന്ത്യൻ റുപ്പീസ് INR. USD to INR, US ഡോളർ. പട്ടികളെ നിനക്ക് ഡോളർ അടിക്കാൻ പോസ്റ്റ് അത് ഓക്കെ, ഐ അപ്രീഷിയേറ്റ് ദാറ്റ്, നിങ്ങൾ അത് ചെയ്യണം. പക്ഷേ ഈ അംഗം അട്ടഹാസത്തിന്റെ വെല്ലുവിളിക്കാണ്. നീ ഇന്ന് എടാ താടി വെച്ച അട്ടഹാസത്തിന്റെ പ്രൊഡ്യൂസറെ, എടാ മാധവ് സുരേഷ് ഗോപിന്റെ മോനെ നിന്നോടും പറയാണ്, സുരേഷ് ഗോപിന്റെ മോനെ നിന്നോടും പറയാണ്, നീ ഇന്ന് ഇന്റർവ്യൂ ന്യൂസ് ഏജൻസിൽ പറഞ്ഞത് ഞാൻ 1 ലക്ഷം പോയി വാങ്ങിയത് ഇവിടെ അല്ല പിന്നെ എന്ത് ചെറുപ്പം പറയാ. ഞാൻ 10 പൈസ ഒരു മനുഷ്യരുടെ ഞാനുണ്ടല്ലോ ഒരാളെ കാണിച്ചാ വാങ്ങിച്ചു കുടിക്കുന്ന എന്നെ അറിയുന്ന ആൾക്കാർക്ക് എന്നെ അറിയാം, മനസ്സിലായോ? സിനിമ പട്ടികളെ സിനിമാക്കാർ പട്ടികളെ ന്യൂസ് 18 ചാനൽ ആൾക്കാരെ വെല്ലുവിളിക്കുന്നേ. ഒരു തെളിവ്, ഒരു ട്രാൻസാക്ഷൻ, പിന്നെ മോന്ത കോഞ്ഞാട്ടെ ഒരുത്തൻ വേറെ, അങ്ങനത്തെ കുറെ യൂട്യൂബേഴ്സ് ഉണ്ട്. അതിന് വിഷയമില്ല. ഡോളേഴ്സ് കിട്ടാൻ വേണ്ടി ഫേസ്ബുക്കിൽ ഇടുന്ന പാവം പിള്ളേര് പെട്രോൾ അടിക്കാനും മറ്റേ അയ്യോ അപ്പാവികൾ എന്റെ 3-8 ഡോളറായി വിഷയമില്ല. പക്ഷേ ഞാൻ പറയുന്ന നീ മത്തായിനെ വിട്ടേക്ക്, ഏതോ മത്തായി യൂസിലുള്ള അംഗം അട്ടഹാസം എന്ന് പറഞ്ഞ സിനിമ. എടാ മാധവ് സുരേഷ് നാളുണ്ടെങ്കിൽ നീ സിനിമനേക്കാളും കലിപ്പ് മൂടാണ്. കേരളത്തിൽ ഒരേ രാജ്യത്ത് ജീവിക്കുന്ന ആൾക്കാരാ. നിന്റെ ഏട്ടനുണ്ടല്ലോ ഗോകുൽ സുരേഷ്, പുള്ളിയുടെ പഠനത്തിന് എത്ര ഞാൻ മാന്യമായിട്ട് എത്ര എനിക്ക് ഇഷ്ടപ്പെട്ട പോസ്റ്റ് കൊടുത്തോളാണ്. നിന്റെ ഫസ്റ്റ് ഷോ കണ്ടവണ ഞാൻ. ടൈഗർ ഫസ്റ്റ് ഷോ കൊണ്ട ഞാൻ. ചിന്താമണി കൊലക്കേസില് നിന്റെ അച്ഛന്റെ ഫാനാണ് ഞാൻ. ഗുളുപ്പറാണ് എന്നെ കുറിച്ച് പറയാൻ. ഞാൻ വെല്ലുവിളിക്കുന്നു. ഞാൻ പൈസ വാങ്ങിയതിന് എന്തെങ്കിലും കണക്ക് പണിയാൻ നിർത്തും. ഈ സോഷ്യൽ മീഡിയ പറഞ്ഞ പോലെ ഞാൻ കളിക്കുന്ന
നീയൊക്കെ ഞാനൊക്കെ ഹൈഡ്രോള് ഞാൻ തമ്മിൽ പല പ്രശ്നങ്ങളുണ്ട്. ആൺകുട്ടിയായിരുന്നു ഇതുപോലെ അനാവശ്യ സാധനം വലിച്ചില്ല. പണിക്കടാ കേരള പോലീസ് ഉമ്മോ എന്നെ ACP ക്വസ്റ്റ്യൻ ചെയ്യണം. ACP റിവ്യൂ ബോംബിംഗ് പറഞ്ഞിട്ട് പോലീസ് എന്നെ 24 hour ക്വസ്റ്റ്യൻ ചെയ്താ കേരള പോലീസ് മണ്ണന്മാരാ. എനിക്കോ അഭിമാനം ഏത് ബ്രാൻഡ് ആണെങ്കിലും ഉണ്ടല്ലോ വേറെ ലെവൽ സാധനം. ഒരു കുഴപ്പം നിങ്ങൾ ഗവൺമെന്റ് അതാണ് ഈ വിഷയമില്ല. പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിൽ ഇരുന്നുകൊണ്ട് എടാ താടി കള്ളത്താടി നിന്നെ ഞാൻ പൊക്കിയിരിക്കും കേട്ടാ. നിന്നെ നീ എത്ര കോടീശ്വരനായി നിനക്ക് നാളെ കിടം 4 കോടി ഈ 4 കോടി മുടക്കിയ മീൻ നട്ട് ഓർ വാട്ട് fucking crazy man. ഏതോ ഒരാള് ഇതിന്റെ ക്ലൈമാക്സ് വെളിപ്പെടുത്താം. എടോ നിന്റെ 1 ലക്ഷം ഉറുപ്പിക നീ കേരളത്തിലെ എല്ലാ പ്രേക്ഷകരും കൊടുക്കുന്നു. ഒരാളോട് പടം കാണൂല. 1 ലക്ഷം ഉറുപ്പിക കൊടുത്താൽ പോലും ഒരാൾ പടം കാണുന്നത് ടോർച്ചർ ചെയ്യുമ്പോൾ മനുഷ്യൻ താല്പര്യമില്ല. മനുഷ്യന്റെ ജീവിതം എന്ന് പറയുമ്പോൾ ഓൾറെഡി സ്ട്രഗ്ലിംഗ് ലൈഫാ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ. അപ്പൊ നിന്റെ അംഗാസം കണ്ടിട്ട് അവിടെ കിടക്കാൻ നിൽക്കുക. ഞാൻ വീട്ടിൽ നാളല്ല. ഞാൻ എന്റെ കമന്റ്സിൽ ഇപ്പൊ അതിരുടെ കമന്റ്സ് വന്നു. അനന്ത് പൈസ വന്നു. അനന്ത് പറഞ്ഞ എനിക്കറിയാം. അനന്തിന്റെ ഫ്രണ്ട് വിജീഷ് എനിക്കറിയാം. ഈ സൈലത്തിൽ മൊത്തം എനിക്ക് അറിയാത്ത ആരുമില്ല. എനിക്ക് ഒറ്റ കോളിലെ മനുഷ്യന്മാരെ കേൾക്കുള്ളൂ. എനിക്ക് ഒറ്റ കോളിലെ മനുഷ്യന്മാരെ കേൾക്കുള്ളൂ. ഞാനെന്ത് ചെയ്യാനാ? എനിക്ക് എത്ര പൈസ ആവശ്യമില്ലടോ. എത്ര പൈസ വേണം മനുഷ്യർ ഒരു മാസം ജീവിക്കാൻ? ഞാൻ ലക്ഷർ ലൈഫ് അങ്ങനെ ആഗ്രഹിക്കുന്ന ആളല്ല. പിന്നെ നീ എന്ന് തേങ്ങ പറയുന്ന ഒരു സൂര്യ വേണം പട്ടി. ഞാൻ പറയണേ മരപ്പട്ടി. ഞാൻ പറയണേ നിനക്ക് 1 ലക്ഷം രൂപ നീ പറയുന്നേ. അതിനിടയ്ക്ക് ഏതോ 15 ലക്ഷമൊക്കെ പറഞ്ഞ മാനേജരുണ്ട്. ഇത്രയും ദരിദ്രവാസം 1 ലക്ഷം ഉലുവയ്ക്ക് വേണ്ടിയിട്ട് 1 ലക്ഷം ഉലുവാന്ന് ഞാൻ പറയുന്നത്. എടാ ഗൂഗിൾ എത്ര പൈസ നീ ചോദിച്ചു നോക്ക്. ഗൂഗിളിൽ കളിക്കുന്ന എന്റെ ലാസ്റ്റ് 5 റിവ്യൂ റീൽസ് നോക്ക്. എവളോ 5 റിവ്യൂ റീൽസ് ആ റീച്ച് വെച്ചിട്ട് എനിക്ക് എത്ര ഡോളേഴ്സ് കിട്ടുന്നു. ഇതിൽ പണിയെടുക്കുന്ന ആൾക്കാർക്ക് അറിയാം. വർത്താനം പറയുന്ന നിനക്കെതിരെ ഞാൻ ലീഗലി മൂവി ഈ അംഗ അഷ്ടാസനയുടെ ഈ എനിക്ക് ഫേക്ക് അടി മറ്റേ പിള്ളേരുണ്ട് എനിക്കറിയാം. ഫേസ്ബുക്ക് എന്റെ കളിത്തൊട്ടില്ല. ഫേസ്ബുക്കിൽ കളിച്ച് വളർന്നവനാണ് മനസ്സിലായോ. അവിടെ പിള്ളേര് ഇപ്പം ഡോളേഴ്സ് കിട്ടും. വലിയൊന്നും കിട്ടൂല. പിള്ളേർ പെട്രോളിന് പൈസ വെച്ചിട്ട് എന്റെ ഫുട്ബോളിന് പൈസ വെച്ചിട്ട് എടാ നീ ആലോചിച്ചോക്കടാ. നിനക്ക് എന്ത് നിനക്ക് ഗൂഗിൾ പേ വഴിയല്ല UPI വഴിയല്ല ചാക്ക് വഴി. പിന്നെ നിന്റെ അച്ഛൻ ചാക്ക് കിട്ടിയിട്ട് എനിക്ക് നിന്റെ അച്ഛൻ ഗൂഗിളില് തരാതെ ചാക്കൽ കെട്ടി എനിക്ക് കൊണ്ടുവന്നോ. ഇത് അംഗ അട്ടാസിന്റെ പ്രൊഡ്യൂസർ എടുത്താൻ ചോദിക്കുന്നേ. പട്ടികളുടെ നായിന്റെ മക്കളെ ഞാൻ പറയണേ. പട്ടികളെ നായിന്റെ മക്കളെ ഞാൻ പറയാണ്. This is അച്ഛൻ 10 പൈസ വാങ്ങൂല. എനിക്ക് പൈസയുടെ ആവശ്യമില്ല. എനിക്ക് പണിയാൻ നിർത്തും.
ഈ പണി ഞാൻ നിർത്തും. റിവ്യൂ ചെയ്തിട്ട് ഊമ്പണ്ട ആവശ്യം എനിക്കില്ല കേട്ടോ. അല്ല ആണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത്. ഇല്ലേ മറ്റേ പ്ലസ് ടു മറ്റേ ഹൊറിഗലും മറ്റേ ഗ്ലാഗ്ലാഗ്ലായും പഠിപ്പിക്കാൻ എനിക്ക് അറിയാത്തല്ല. ആ പണി പോലെ എനിക്ക് 2 മൈല അങ്ങനത്തെ പരിപാടി ഞങ്ങളില്ല. അന്തമക്കളുടെ മാധവേ എടാ മാധവേ നീ പറഞ്ഞ 1 ലക്ഷം ഒരു പാട്ടിട്ട് കൊടുക്കണം. ചുണ്ടിലാണ് കോപം. 1 ലക്ഷം റുപ്യ മനസ്സിലായോ? രോമം എന്റെ ദേഷ്യം കൊണ്ട് തന്നെ ഗൂഗിളിന്റെ ഇത് പറഞ്ഞാണ് മനസ്സിലായോ? കണ്ടന്റ് മാറ്റി അടുത്തത് എന്റെ വരുമാനം മനസ്സിലായോ? നീ മറ്റേ ജിപി വാങ്ങിച്ച ഈ നിമിഷം അടുത്ത കാമിയോ എത്ര പടം ഞാൻ ധ്യാനം പറഞ്ഞടാ. ഇന്ന് വരെ ആ മനുഷ്യൻ എന്റെ ധ്യാനം കിട്ടാൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഇന്ന് വരെ ഞാൻ എന്നെ എപ്പോഴും മെസ്സേജ് ചെയ്യാറുണ്ട്. മ്യൂസിക് പലർത്ഥം വരും. ഞാനെപ്പോലെ 100 ജന്മം ജനിച്ചല്ല. എന്റെ അടുത്തൊക്കെ സംസാരിച്ചാണ് ഞാൻ വീട് ചെയ്യുന്നത്. പിന്നെ ഈ താടിക്കാരൻ എടാ താടിക്കാരൻ നിന്റെ പേര് റിവ്യൂ നിന്റെ പേരാൻ പാടുണ്ടാവും. പക്ഷേ താടിക്കാരാ നീ പറഞ്ഞ 1 ലക്ഷം രൂപ ഞാൻ അത്രയ്ക്ക് അതപ്പശമാണ് നിന്റെ 1 ലക്ഷം. പോടാ 1 ലക്ഷം ഉലുവ പട്ടി നീ ഞാൻ പട്ടി നിന്നോട് ചോദിച്ചു. നീ ഒരു 10 ലക്ഷം 15 ലക്ഷം പറഞ്ഞാല് പൈസ വാങ്ങിയതല്ല. മനസ്സിലായോ? വല്ലാണ്ട് ഊമ്പണ്ട. ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നില്ല. ഞാൻ പറയാൻ എനിക്കറിയാം. എന്റെ സീക്രട്ട് എന്റെ ശശാം, എന്റെ മുന്നണി, എന്റെ സുധീഷ്, എന്റെ തിരുവനന്തപുരം, എന്റെ അശ്വിൻ ബ്രോ, ലെൻസ്മാൻ, ആയിരം ചെറ്റൂർ, എല്ലാ ആൾക്കാരും എല്ലാവരും അവരോട് പണിയെടുക്കുന്നു. നമ്മളെ തഴഞ്ഞു കഴിവില്ലെങ്കിൽ നമുക്ക് ഇതിൽ വിചാരിക്കാം. മാധവ് എന്റെ അടുത്താണ് പറയുന്നത്, മാധവ് സുരേഷിനോട് കേട്ടോ. ഇല്ലെങ്കിൽ എന്റെ അടുത്ത് പുതിയ ഇറങ്ങി വരണ്ട. പിന്നെ ഈ താടിക്കാരൻ എന്റെ പ്രൊഡ്യൂസറിന് പറയാണ് നീ മെസ്സേജ് പിന്നെ പോക്കനെ വന്നിട്ട് അങ്ങ് മറ്റേ ഇവിടെ കോഴിക്കോട് വന്നിട്ട് ആ പോക്കനെ അടിച്ചിട്ട് എന്നൊക്കെ. അത് എനിക്ക് ലാലേട്ടൻ പറയാനുള്ളൂ. എന്റെ ലാലേട്ടൻ പറഞ്ഞ കൂട്ടൊരു സാധനം, ഒരു സിനിമയൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനോടെ ഇറങ്ങി വരൂലേ, അങ്ങനത്തെ സാധനം. ഒരു ന്യൂസ് ചാനലിൽ വന്നിരുന്നിട്ട് അതിൽ അഭിനയിച്ച നടനും പ്രൊഡ്യൂസറും കൂടി വന്നിരുന്നിട്ട് പറയാണ് 1 ലക്ഷം രൂപ ചോദിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴേ അത് തെളിവില്ലാണ്ട് പറയാൻ നിൽക്കരുത്. റിവ്യൂവേഴ്സിനെതിരെ ഇതിന്റെ മുമ്പ് പല തവണ പല ആൾക്കാരും ഇതിന്റെ മുമ്പ് ഇതുപോലെ പലതും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത്ര ഭീകരമായ ഭയാനകമായ വേർഷൻ ഇത് ആദ്യമായിട്ടാണ്. ഇതിന് ഇങ്ങനെ പ്രതികരണം സംഭവിച്ചിട്ടില്ലെങ്കിൽ അത് ഭയങ്കര തെറ്റാണ്. ഇത് ചോദിച്ചു വാങ്ങിയതാണ്. ഇവരിത് ഇൻറ്റൻഷ്യലി ചോദിച്ചു വാങ്ങിയാന്ന് അറിഞ്ഞൂടാ. അതായത് ഒരു OTT ഡീലിന് വേണ്ടിയിട്ടോ ഇനി അതിലെ മറ്റു ബിസിനസ് സാധ്യതകൾ കണ്ടിട്ട് അതിന് മനഃപൂർവ്വം ഇളക്കി വിട്ടതാന്ന് അറിഞ്ഞൂടാ. അതാണെങ്കിലും ഇനി അങ്ങനെ അല്ലാതെ തന്നെ ഇവർ ജെന്യൂനായിട്ട് ഇത് നമ്മൾ വിശ്വസിക്കുന്നില്ല. പൈസ ആരെങ്കിലും ഏതെങ്കിലും റിവ്യൂവേഴ്സ് അങ്ങനെ തോന്നുന്നില്ല. കാരണം
എപ്പോഴും തല പോകുന്ന കേസാണ് ഇതിലുള്ളത്. അതാണ് ഇതിനകത്ത് ഇപ്പൊ ഒന്ന് ആലോചിച്ചു. ഇപ്പൊ അവര് തന്നെ വന്നിട്ട് പറഞ്ഞു മേടിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. കാരണം മറ്റുള്ള റിവ്യൂവേഴ്സ് ഒന്നും അത് അവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു പേടി ഉണ്ടാവും. മറ്റൊരു സിനിമേന്റെ കാര്യത്തിൽ അത് വരുമ്പോൾ ഈ പറഞ്ഞ ആൾക്കാർ തന്നെ വന്നിട്ട് ഇതേപോലെ പറയും. അത് തെളിവടക്കം കാണിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പൊ ആ ഒരു റിവ്യൂവറുടെ ഐഡന്റിറ്റി അവിടെ തീരെയാണ്. പിന്നെ ആള് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വെറും 1 ലക്ഷം രൂപേന്റെ മുതലായിട്ട് നിങ്ങൾ കണ്ടല്ലോ അങ്ങേരെ. അതാണ് ഒരു മനുഷ്യന്റെ വില എന്താ നിങ്ങൾ എത്ര കിടുന്നത് 1 ലക്ഷം രൂപ. അല്ല ഇവര് ഞാൻ സത്യം പറയട്ടെ, ഇവര് കുറച്ച് ആൾക്കാരാണ് ഈ സിനിമ കണ്ടിട്ടുള്ളത്. അതെ, ഇങ്ങനെയെങ്കിലും കുറച്ച് ആൾക്കാർ കണ്ടല്ലോ എന്ന് കെട്ടിക്കോട്ടെ. ആൾക്കാർ അറിഞ്ഞില്ല. ഞങ്ങൾ എത്ര തവണ ഈ അംഗം മട്ടഹാസത്തിന്റെ കാര്യം പറയാം, ഞങ്ങൾ എത്ര തവണ അതിന് പ്രൊമോഷൻ, അതായത് പല കിഴിയിലും ഇതിന്റെ ഓരോ പോസ്റ്റ് വരുമ്പോഴും അതിന്റെ അപ്ഡേറ്റ്സ് വരുമ്പോൾ ഒക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിതൊക്കെ പൈസ വാങ്ങിയിട്ടപ്പോൾ അതെ അതാണ് ചിന്തിക്കേണ്ടത്. ഞങ്ങള് തിരഞ്ഞെടുത്ത് ഞങ്ങൾ പലയിടങ്ങളിലും തപ്പിയിട്ടാണ് ഞങ്ങൾ ഓരോ അപ്ഡേറ്റ്സും കിഴിയിൽ 20 സംതിങ് കിഴി ഞങ്ങൾ, അതായത് ഓരോ എപ്പിസോഡിൽ ഉൾപ്പെടുന്നത്. അതിന് നല്ല സമയമുണ്ട്, നല്ല പണിയുണ്ട്. ഞങ്ങൾ അതിൻ്റെ വലിപ്പം പറയല്ല, അതിൻ്റെ റിസ്ക്കും പറയല്ല, നമ്മൾ പണിയാണ് അത് ചെയ്യണം. തീർച്ചയായിട്ടും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് വേണ്ടാത്തത് ഒഴിവാക്കാം. അങ്ങനെ ഒഴിവാക്കാതെ ഞങ്ങൾ തുടർച്ചയായി ഇതിൻ്റെ റിലീസിൻ്റെ അന്ന് വരെ ഞങ്ങൾ ഇതിൻ്റെ അപ്ഡേറ്റ്സ് പറഞ്ഞതാണ്. ഞങ്ങൾ ഈ സിനിമ പോയി കണ്ടിട്ടില്ല, റിവ്യൂ പറഞ്ഞിട്ടില്ല, കാണാത്തതിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. അതെ. അപ്പോൾ ഞങ്ങൾ ഈ സിനിമ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്ത് അത് നമ്മൾ ഏത് സിനിമക്കും ചെയ്തു കൊടുക്കുന്നത് പോലെ ഇതും ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. എന്നിട്ട് അതായത് ഇതൊന്നും കാണാതെ അതിൻ്റെതായ ഇപ്പോൾ സിനിമ കാണാൻ ഇവർ പോയില്ലേ, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നിങ്ങൾ ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ടോ എന്ന് ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങളവിടെ കണ്ടിട്ടില്ല, ഞങ്ങൾ അത്ര സപ്പോർട്ടീവ് അല്ല എന്നുള്ളതിൻ്റെ അർത്ഥം. എന്നാൽ ഈ കണ്ടവർ ഇത്ര റിസ്ക് എടുത്ത് പോയി കണ്ടില്ലേ, അതന്നെ നിങ്ങളെ സിനിമ നിങ്ങളെ വിശ്വസിച്ച് കാണാൻ വന്നില്ലേ. പിന്നെന്താന്നറിയോ, അവർ ഈ നമ്മള് എപ്പോഴും പറയാറുള്ളതാണ് മറ്റെന്താ തള്ളയ്ക്ക് തൻ കുഞ്ഞു പൊൻകുഞ്ഞു എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ സിനിമ നിങ്ങൾക്ക് വലുതായിരിക്കും, പക്ഷെ അത് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണം, എല്ലാവരും അത് പോസിറ്റീവ് പറയണം എന്നുള്ള ചിന്താഗതി കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. അത് കാണുന്ന ആൾക്കാരുടെ കണ്ണിലൂടെയാണ് സിനിമേന്റെ റിസൾട്ട്. അതായത് അവരെന്ത് പറയുന്നു അതാണ് സിനിമേന്റെ വിജയം. അല്ലാണ്ട് ഇനി എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആർട്ട് എന്ന് പറഞ്ഞാൽ അതന്നെയല്ലേ, പിന്നെ നമ്മൾ ചെയ്ത് നമ്മൾ തന്നെ അതിനെ കുറിച്ച് സൂപ്പറാന്ന് പറയാനായിട്ട് കാര്യമുണ്ടോ? അത് ഒരാൾക്ക് കൊടുത്ത് നമ്മുടെ വീക്ഷണം അവർ ഓക്കെ ആണോ അല്ലയോ, അതാണ് അതിൽ ആ ഒരു പഞ്ച്. ഇതിന്റെ ഏറ്റവും ഈ ആർട്ടിന്റെ ബ്യൂട്ടിഫുൾ ഫോം എന്ന് പറഞ്ഞാൽ അതല്ലേ. തീർച്ചയായിട്ടും. അത് എടാ ഞാനിപ്പോ ഞാൻ ഒരു പടം വരച്ചു, ഒരു പെയിന്റ് ചെയ്തു, എന്നിട്ട് ഞാൻ തന്നെ ഇരുന്നിട്ട് പറയണം വാവ് എന്തൊരു രസം സൂപ്പർ, അതിനകത്ത് എന്ത് കാര്യമുള്ളൂ. അത് മറ്റൊരാൾ വന്ന് കണ്ടിട്ട് അവർ പറയാണ് അടിപൊളി. ഇനിയിപ്പോൾ അതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ, അല്ലെങ്കിൽ അതിനകത്ത് ഇന്നത് ഇത്തിരി കൂടിപ്പോയി, അല്ലെങ്കിൽ ഇന്ന സാധനം കുറച്ച് കുറഞ്ഞു, അത് അവർ പറയുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കി ചെയ്യുന്നത്. ഇത് ഞാൻ എടുത്തു വെച്ച സാധനം എന്തോ വലിയ ഉണ്ടയാന്നും പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ട് മറ്റുള്ളവർ അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം പറയും എനിക്ക് റിവ്യൂവിന് എന്നോട് കാശ് ചോദിച്ചു, ഇത്ര പൈസ പേയ്മെന്റ് വെച്ചു. അതൊക്കെ വെറും ചെറ്റത്തരം എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ അതിനുള്ള തെളിവും കൊണ്ട് വന്നിരിക്കണം. ഇതാ ഇന്നതുപോലെ ഞാൻ കാശിട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇതാ കോൾ റെക്കോർഡ് ഉണ്ട്, എന്നെ വിളിച്ച് അത് ആളെ തന്നെ ചോദിക്കണം. കറക്റ്റാ, കോൾ റെക്കോർഡ് ഉണ്ടെങ്കിൽ കാണിക്കുക, അല്ലെങ്കിൽ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഇപ്പൊ ഇവര് പറഞ്ഞല്ലോ, അതായത് ഇന്ന ആൾക്കാർ, അതായത് ഓൺലൈനിൽ ആരൊക്കെയോ ഇട്ടിട്ടാണ് ഇത് പരിപാടി ചെയ്യുന്നത്. അത് അങ്ങനെയാണെങ്കിൽ ആ ആൾക്കാർ ആരാണെന്നുള്ളത് കാണിക്കാൻ പറ്റുമല്ലോ. പിന്നെന്താ, ഇനി അങ്ങനെ കാണിക്കുന്നവർ ഇനിയിപ്പോ നമ്മുടെയൊക്കെ പേരിൽ അല്ലെങ്കിൽ കോക്കിന്റെ ഒക്കെ പേരിൽ വേറെ ടീം കാശ് മേടിക്കുന്നുണ്ടോ, അത് വേറെ ചോദ്യമാണല്ലോ. അതാണെങ്കിൽ ഇതൊക്കെ അന്വേഷിക്കേണ്ട നിങ്ങളുടെ കാര്യമാണ്. അതായത് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ട്. നമ്മൾ എന്താ ഇതിന് വലിയൊരു സംഭവം ഒന്നല്ല. എല്ലാവരും സിനിമക്ക് പോകുന്നു, നമുക്ക് എന്തൊരു നാളെ സിനിമ കാണണം എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. ഒരു എന്റർടൈൻമെന്റ് രീതിയിൽ ചിന്തിക്കുന്നു, അതിൽ ആ സിനിമ കാണുന്നു, അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നു. ചിലർ കണ്ടതിനെ കുറിച്ച് എല്ലാത്തിൻ്റെയും അഭിപ്രായം പറയും. തീർച്ചയായിട്ടും. ഞങ്ങളുടെ കാര്യം പറയാം, ഞങ്ങൾ കണ്ടത് ചിലത് ഇഷ്ടപ്പെടാത്ത ഞങ്ങൾ ഇടാറില്ല. ചില സമയത്ത് റിവ്യൂ നമ്മൾ ഇടാറില്ല ചിലതിന്റെ ഒക്കെ. പിന്നെന്താണെന്നറിയോ, മറ്റൊരു കാര്യം, ഈ കോക്കിനെ പോലുള്ള ആളുടെ ഒരു ടീമാണെന്ന് പറഞ്ഞ് ഇവരോട് പൈസ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ഇത്രയും വലിയ 4-4.5 കോടി മുടക്കി സിനിമ ചെയ്ത ആൾക്കാരാണ്. അവർക്ക് സിമ്പിളായിട്ടൊന്ന് അന്വേഷിച്ചു, കോക്കിനെ വിളിച്ചാൽ കിട്ടാത്ത ആളൊന്നുമല്ല, സിമ്പിളായിട്ട് അന്വേഷിച്ച് തീരുമാനിച്ച പോരെ. ഇത് വെറും ആരോപണമാണെന്നുള്ളതിന്റെ ഒന്നാന്തര തെളിവുകളാണ് ഇതൊക്കെ. ആരോപണത്തിന് ഒരു പ്രത്യേകത ഉണ്ടെന്നറിയോ, അതിന് തെളിവ് കാണിക്കണ്ട, പറഞ്ഞാൽ മതി, ആരോപണം അങ്ങ് ഉന്നയിച്ചാൽ മതി. അതാണ് ഈ നാവിട്ടിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് സെറ്റാണ്. അതെ, നിങ്ങൾ ഉണ്ടാക്കിയതുപോലെ തന്നെയാണ് ഡിഗ്നിറ്റി എന്ന് പറഞ്ഞ സാധനവും
അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനിൽ കോക്ക് എത്തിയത് കഷ്ടപ്പെട്ട് തന്നെയല്ലേ? അല്ലേ പലരും ശ്രമിക്കുന്ന കാര്യമാണല്ലോ, എത്താൻ എല്ലാവർക്കും പറ്റാറുണ്ടോ? എവിടെ ഇല്ല. ഇപ്പൊ നമ്മള് തന്നെ അങ്ങനെ എത്തുന്ന പൊസിഷൻ ഒരു 2 ടീം ഒന്ന് വെറുതെ സിമ്പിളായി വന്ന് അങ്ങോട്ട് ഉടച്ചെറിഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞത് നടക്കുന്ന കാര്യം. ഇപ്പൊ നമ്മുടെ കാര്യം നമുക്ക് പറയാം. 5 കൊല്ലമായി ഞങ്ങള് ഇതിനു വേണ്ടിയിട്ട് എഫോർട്ട് എടുത്തിട്ടാണ് ഇത്രയെങ്കിലും, അങ്ങനെ അങ്ങായി എന്നല്ല പറഞ്ഞത്, ഇത്രയെങ്കിലും ഞങ്ങളായത് 5 വർഷം ഞങ്ങൾ എഫോർട്ട് ഇട്ടിട്ടാണ്. അപ്പൊ കോക്കിനെ പോലൊക്കെ ഒരാള് അതിനും മുന്നേ തുടങ്ങിയതാണ് ഇതിനകത്തേക്ക് ഓരോ പരിപാടികളായിട്ട് ചെയ്തു വന്നിട്ട്. അപ്പൊ അത്രയും എഫോർട്ട് എടുത്തിട്ടാണ് ആളിപ്പം കേരളത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആളുടെ കഴിവുകൊണ്ട് തന്നെയാണ്. അപ്പൊ മറ്റൊരാൾ വന്നിരുന്നിട്ട് അത്രയും പണിയെടുത്തുണ്ടാക്കിയ സാധനം സിമ്പിളായിട്ടേ, അതും അതും ആള് പറഞ്ഞ പോലെ ഒരു 10-15 ലക്ഷം ഒക്കെ പറയുകയാണെങ്കിൽ ഒരു രസമുണ്ട്. ഇത് 1 ലക്ഷം രൂപയ്ക്ക് അത് പിന്നെ സിമ്പിളായിട്ട് മനസ്സിലായി. ഇത് വെറും ഫേക്ക് ആയിട്ടുള്ള സാധനം. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ, വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെതായ തെളിവുകൾ കാണിക്കും. നമ്മൾ തള്ളി കളയുന്നില്ല, നിങ്ങൾ അതെ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ തെളിവ് കാണിക്കുന്നത് തന്നെയാണ് നമുക്ക് ആർക്കും ഏതൊരാൾക്കും തോന്നുന്നത്. അങ്ങനെയല്ലേ പറയാൻ തോന്നുള്ളൂ. പിന്നെ തീർച്ചയായിട്ടും എടാ നമ്മളൊക്കെ ചിന്തിക്കുന്നത് അവരിത്ര കോൺഫിഡൻസോടെ ഇരുന്ന് പറയുന്നുണ്ടെങ്കിൽ അവരുടെ ആ സാധനം ഉണ്ടാവണം. ഒന്നില്ല അവര് ഒരു റെപ്യൂട്ടഡ് ചാനലിൽ വന്നിട്ടല്ല ഈ ഇന്റർവ്യൂ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണെങ്കിലും നല്ല രസം, നല്ല എന്റർടൈൻമെന്റ്. ഈ ടീമിനെ കൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി. കാരണം നല്ല ഒരു സിനിമ കണ്ടതിനേക്കാളും ത്രില്ലോടെ നന്നായിട്ട് എൻജോയ് 17 മിനിറ്റ് എൻജോയ് ചെയ്തിട്ടുണ്ട്. അതുമല്ല കൊടുക്കേണ്ടതായിരുന്നു. മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ എന്റെ ഇത്രയും പറയുന്നതിനുണ്ടെങ്കിൽ അത് കൊടുക്കാനോ വേണം. ആൾറെഡി ഫീൽഡ് ഔട്ടിന്റെ പക്കത്തിൽ നിന്ന് ഫീൽഡ് ഔട്ടിന്റെ കുഴി തോണ്ടി കുഴിയിലേക്ക് വീട് മണ്ണിട്ട് മൂടി ആള് സ്വന്തം. അപ്പൊ എന്താണെങ്കിലും ഞങ്ങൾ പോവാണ്. മറ്റു വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം.